ഹായ്. വേനലവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകളും കോളേജുകളും പുതിയ അധ്യയന വർഷത്തിനായി ഒരുങ്ങുകയാണ്. ഈ വേനലവധിക്കാലം കുറച്ച് സിനിമകൾ മാത്രമേ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചുള്ളൂ. ഇതിൽ ഏറിയ പങ്കും കുടുംബ ചിത്രങ്ങളായിരുന്നു. ജൂൺ മാസം മഴക്കാലത്തിന്റെയും സ്കൂൾ തുറക്കലിന്റെയും ഒക്കെ കാലമാണ്. ഈ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ സിനിമാ പ്രവർത്തകർ. സിനിമാ ലോകത്തെ പുത്തൻ വിസ്മയങ്ങളുമായി എത്തുന്ന അറ്റ്ലസ് ജുവലറി ഷൂട്ട് ആൻഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെക്കേഷൻ, KK റോഡ് എന്നീ ചിത്രങ്ങളുടെ ഗാനരചയിതാവായി വന്ന സോഹൻ റോയ് ആദ്യമായി ഒരു ചിത്രം സംവിധാനം ചെയ്യാനൊരുങ്ങുകയാണ്. ഹോളിവുഡിലാണ് തന്റെ കന്നി ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് ഡാം. ഒരു മലയാളിയുടെ ഹോളിവുഡ് സ്വപ്നമാണ് ഈ ചിത്രം. താരങ്ങളും സാങ്കേതിക വിദഗ്ധരുമൊക്കെ ഹോളിവുഡിൽ നിന്നാണ്. ഡാമിന്റെ ഉദ്ഘാടന വിശേഷങ്ങളാണ് ഇന്ന് അറ്റ്ലസ് ജുവലറി ഷൂട്ട് ആൻഡ് ഷോയിൽ ആദ്യം പ്രീ പ്രൊഡക്ഷൻ. Now is the most awaited part of the launch. The first Hollywood movie from Marinos, titled DAM, Dam. Marinos, an elite community, a gifted community with all the luxuries, except the feel of true celluloid. This revolutionary concept from MarineBiz TV has made it possible for Marinos to step into Hollywood for promoting their talent and business. The movie Dam will be released throughout theaters worldwide in 2009. സമുദ്രാനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ആദ്യ ഹോളിവുഡ് സിനിമയായ ഡാമിന് തുടക്കമായി. എറണാകുളത്ത് ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് പ്രശസ്ത സിനിമാ താരം മധുവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സോഹൻ റോയ് എന്ന മലയാളിയാണ് ഈ ഹോളിവുഡ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സംവിധാനത്തിൽ ഹോളിവുഡ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള സോഹൻ റോയ് പ്രമുഖ കപ്പൽ ഡിസൈനിംഗ് കമ്പനിയായ ഏരിസ് ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ്. ഡാം സമുദ്രാനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും ഈ ചിത്രം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഡാമിന്റെ വെബ്സൈറ്റ് പ്രശസ്ത സംവിധായകൻ TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറൈൻബിസ് ടിവിയുടെ സംയുക്ത സംരംഭത്തോടെയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ഹോളിവുഡ് താരങ്ങൾക്ക് പുറമെ സിനിമയിലെ കഥാപാത്രങ്ങളെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായിരിക്കും സ്പോൺസർ ചെയ്യുക. മറൈൻബിസ് ടിവിയുടെ സാങ്കേതിക വിദഗ്ധരാണ് ഡാമിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. ഗാനരചയിതാവായി മലയാള സിനിമയിലെത്തിയ സോഹൻ റോയിയുടെ കന്നി സംവിധാന സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരാം. The movie is about 9 persons. 9 characters are there. They are representing the 9 Navarasas. We call it as Navarasas. There are 9 expressions. And every person has got a dam in his heart with dam of emotions. We all keep that dam for someone else. Same way, the story happens in a British colony. A colonial dam, which is maybe 100 years old. It collapses one day. Naturally, the 9 characters who are holding this dam in their minds, they are also naturally collapsing. And there, the story reaches the climax there. But half the actors are from the marine side and half the actors from Hollywood or of other film industries. But at least 3 or 4 characters will be from Hollywood. And we are expecting to get 2 characters either from Malayalam movie industry or from Hindi. December 12, we are going to keep these 9 characters for auction. Each and every character will be sponsored by various marine companies. So we want to shoot half the portion on a sailing ship, on a commercial ship. The real world, they should see what exactly happening in the sea. Characters. 9 moods.
of emotions. Finally, it bursts. The suspense unfolds. The first Hollywood movie from the Mariners. Ladies and gentlemen, Sohan Roy and his crew have always conquered the oceans. Now they are trying to conquer the earth and the air also. Very happy they have come to the show business. I welcome them and wish them all success on your behalf and on the behalf of the industry. Thank you very much. Friends, Mr. Sohan is going to become a filmmaker. We welcome him to our family, the family that consists of me and Madhu Chetan and so many luminaries. And welcome, Mr. Sohan, and be the film great a comment on whatever is happening around. Let it not be just a cinema, let it be a film worth remembering. Thank you all. Thank you.